His name is Elon Musk. He saved free speech. He created ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയുടെ അമരക്കാരനാക്കാൻ ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ തന്റെ സമ്പത്തും ബന്ധങ്ങളും ഉപയോഗിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണമാണിത്. He created the first major American car company in generations, and his rocket company is the only reason we can now send American astronauts into space. Come here. തിരഞ്ഞെടുപ്പിന് പണം സമാഹരിക്കാൻ വേണ്ടി മാത്രമായി അമേരിക്ക പാക്ക് എന്ന പേരിൽ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി $280 മില്യൺ മസ്ക് ചെലവാക്കിയത്. പണപ്പെരുപ്പം പൂജ്യത്തിലെത്തിക്കും. നികുതി വരുമാനം കുത്തനെ കൂട്ടും. ആ വരുമാനം ഉപയോഗിച്ച് അമേരിക്കയെ കൂടുതൽ മഹത്തരമാക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപ് ആവർത്തിച്ച വാചകങ്ങളായിരുന്നു ഇത്. വലിയ മാറ്റങ്ങൾക്ക് തുടക്കവുമിട്ടു. ട്രംപിന്റെ പുത്തൻ നയങ്ങൾ അമേരിക്കയെ രക്ഷപ്പെടുത്തുമെന്നാണ് വിലയിരുത്തിയതെങ്കിലും പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നുവെന്ന ഭീതിയും പരന്നു. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന സർവേകൾ വന്നതിനൊടുവിൽ തൽസ്ഥിതി തുടരുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് സൂചിപ്പിച്ച് മസ്ക് ഭരണകൂടത്തിന് കത്തെഴുതി. ട്രംപിന്റെ നിയമനിർമ്മാണ നീക്കത്തിൽ താൻ നിരാശനാണെന്ന് മസ്ക് തുറന്നു പറഞ്ഞു. പുതിയ ബില്ലിനെതിരെ മസ്ക് രംഗത്തെത്തി. ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുന്നതും ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് വിഭാഗം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ് ട്രംപിന്റെ പുതിയ ബില്ലെന്ന് മസ്ക് കുറ്റപ്പെടുത്തി. പ്രസിഡന്റുമായി അടുത്തു നിൽക്കുന്നുവെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹവുമായി വിയോജിപ്പുള്ളതായി ഇലോൺ മസ്ക് മാധ്യമങ്ങളോട് പറഞ്ഞു. ബിൽ നിരാശാജനകമാണ്. അമേരിക്കൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്ന ബില്ലല്ല ഇത്. പകരം ധനക്കമ്മി കൂട്ടാനുള്ള ബില്ലാണിത്. തുറന്നു പറച്ചിലിനും വിമർശനത്തിനും ഒടുവിൽ ട്രംപിന്റെ അടുക്കൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.